ആണ് എന്ന് പാർട്ടി സെക്രട്ടറി എഴുതിയ ലേഖനത്തിലായാലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഈ പ്രശ്നത്തിന്മേൽ ഒരഭിപ്രായ വ്യത്യാസവും തർക്കവുമില്ല. പക്ഷേ ഈ ആത്മവീര്യം കെടുത്തുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത്, പോലീസിന്റെ ആത്മവീര്യം കെടുത്താനുള്ള ഇടപെടലെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഒരുപക്ഷെ കേരളത്തിൽ ആരെങ്കിലും പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ആ നിലയ്ക്കുള്ള, അതായത് വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ പറയാൻ അറിയാവുന്ന നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ, പോലീസ് മന്ത്രിയായപ്പോൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും സമയത്തുമായിരുന്നു എന്നതാണ് പ്രശ്നം. മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായതിനു ശേഷം ഒരൊറ്റ വാചകം അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടായി അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ആ സംഭവവുമായി ബന്ധപ്പെട്ട് AIYF-കാരടക്കമുള്ള CPI-കാരടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുന്നുണ്ട്, പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ. പക്ഷേ ഒരൊറ്റ BJP പ്രവർത്തകനെതിരെ, അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെ തടഞ്ഞ, അവിടെ ആ നിലയ്ക്ക് പ്രതിഷേധം സംഘടിപ്പിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ ഈ പോലീസ് തയ്യാറാകുന്നുമില്ല. ഇതൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണോ മുഖ്യമന്ത്രി ഈ പോലീസിൻ്റെ മനോവീര്യത്തെക്കുറിച്ച് മാത്രം ആവർത്തിച്ച് പറഞ്ഞത്? വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമാണ് നടത്തുന്നത്. ഇവിടെ ഹരിദാസ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള BJP-യുടെയോ RSS-ൻ്റെയോ ഏതെങ്കിലും പിന്തുണ, അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുക എന്നതൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ നയമേ അല്ല. ഇവിടെ നടന്ന ചില സംഭവങ്ങളിൽ ചില ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ മാവോയിസ്റ്റ് പ്രശ്നം വന്നപ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത തരത്തിൽ ഗവൺമെൻറ് അന്വേഷണവും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായി പരസ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്കും സമരങ്ങളുടെയും പേര് പറഞ്ഞ് ചില ആളുകൾ അങ്ങനെ പോകാൻ രണ്ടാമതൊന്നുകൂടി ആലോചിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ RSS-ഉം അതുപോലെ തന്നെ BJP-യും ഇതിൻ്റെ മുതലെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു നീക്കത്തെയും CPM പിന്തുണയ്ക്കുകയില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പിന്തുണ ഉണ്ടാവില്ല. അവരിത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അവരൊരു മൗനം ദീക്ഷിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നത്തെയും വർഗീയവൽക്കരിക്കുക എന്നതാണ് അവർ കാണുന്നത്. ആ നിലയിൽ ഈ പ്രശ്നത്തിൽ മുതലെടുപ്പ് നടത്താനുള്ളൊരു ശ്രമം RSS-ഉം BJP-യും നടത്തിയാലും അതിനെ പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ കഴിയില്ല. കാരണം അങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ കഴിയില്ല. ഈ കമലിൻ്റെ വീടിന് മുന്നിലേക്ക്, സംവിധായകൻ കമലിൻ്റെ വീടിന് മുന്നിലേക്ക് നടന്ന സമരത്തിൻ്റെ തുടർച്ചയായി അവിടെ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ അതിനെതിരെ പരാതി ഉയർന്നതാണ്, കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. പക്ഷേ ആ വിഷയത്തിൽ ഒരു കേസെടുക്കാൻ ഈ പോലീസ് തയ്യാറായിട്ടില്ല. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ പറഞ്ഞ ഈ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയ കേസിൽ അതിൻ്റെ തുടർച്ചയായി സംഭവിച്ച പ്രശ്നങ്ങളിൽ അവിടെ സംഘം ചേർന്നതിന് അന്യായമായി സംഘം ചേർന്നു എന്നും വഴി ഉപരോധിച്ചു എന്നുമൊക്കെ പറഞ്ഞ് AIYF പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നില്ല. ഇതൊക്കെ ഈ പറഞ്ഞ ഈ വിഷയത്തിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെയുള്ള വിഷയത്തിൽ വരുമ്പോൾ വലിയ അവധാനത പോലീസ് കാണിക്കുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ? ഇല്ലല്ല, ആ പറയുന്നതിൽ ഇപ്പോൾ കമലിൻ്റെ കാര്യത്തിൽ അതിനെ പൂർണ്ണമായി വർഗീയവൽക്കരിക്കാനാണ് അവർ ശ്രമിച്ചത്. കമലുദ്ദീനാണ് എന്നുള്ള കാര്യം ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുമ്പോൾ പോലീസ് അതിനെ തടയുകയും പോലീസ് തടഞ്ഞപ്പോൾ അതിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നടത്തുകയുമാണ് അവർ ചെയ്തത്. അതല്ലാതെ നിയമം ലംഘിക്കുന്ന തരത്തിലേക്ക് വന്നാൽ അത് RSS ആയാലും ശരി BJP ആയാലും ശരി നടപടിയിലേക്ക് പോകും. അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടെങ്കിൽ അതിലിടപെട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു തർക്കത്തിൻ്റെയും പ്രശ്നമില്ല. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എടുക്കേണ്ട നടപടികളിൽ നിന്നും പോലീസ് പിന്മാറാൻ ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് അനുവദിക്കില്ല. ഗവൺമെൻറ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഈ കമൽ എന്ന എഴുത്തുകാരനെതിരെ സ്വീകരിച്ച പോലീസ് കേസെടുക്കാൻ കാണിച്ച ആ ഒരു ആവേശം എന്തായാലും കമൽ എന്ന സംവിധായകൻ്റെ വീട്ടിലേക്ക് നടന്ന പ്രകടനം സംഘടിപ്പിച്ച BJP നേതാക്കൾക്ക് എതിരെ എടുക്കാൻ പോലീസ് കാണിച്ചില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഞാൻ ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തായാലും ഇപ്പോൾ DGP-ക്ക് ഒരു സർക്കുലർ പുറപ്പെടുവിക്കേണ്ടി വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് UAPA കേസുകൾ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കൃത്യമായ നിർദ്ദേശത്തോടെ മാത്രമേ, അല്ലെങ്കിൽ ആ ഉപദേശത്തോടെ മാത്രമേ അത് നടക്കൂ എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് ചുമത്തപ്പെട്ട, അതായത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ചുമത്തപ്പെട്ട UAPA കേസുകളുടെ തുടർച്ചയായുള്ള നടപടികളാണ് പലതും ഇപ്പോൾ നടക്കുന്നത്. പല അറസ്റ്റുകളിലും ആ കേസുകൾ
കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എടുത്തതാണ് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ പൂർണ്ണമായി ഈ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഇതിൽ? അല്ല, UAPAയുടെ കാര്യത്തിൽ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചില സമയത്ത് എടുക്കേണ്ടി വരും എന്നുള്ള നിലപാട് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം UDF-നുണ്ട്. പക്ഷേ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിനകത്ത് പെടുത്താൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും എവിടെയോ ഒന്നോ രണ്ടോ സ്ഥലത്ത് സംഭവിച്ചപ്പോൾ അപ്പോൾ തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയും അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് അന്നത്തെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ സംഭവിക്കുന്നത് എല്ലാ ദിവസവും 2-3 UAPAയുടെ പേരിലുള്ള കേസ് വരും. അതൊന്നും തീവ്രവാദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളല്ല. പലതും വ്യാഖ്യാനിച്ച് തീവ്രവാദവുമായി ബന്ധപ്പെടുത്തുകയാണ് പല കാര്യങ്ങളും. അതിനകത്തൊക്കെ എനിക്കൊരു പറയാനുള്ള കാര്യം, ഇപ്പോൾ ഈ പോലീസിൻ്റെ നിയന്ത്രണം പിണറായി വിജയനേക്കാൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണോ, പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ എനിക്കൊരു വിലമായ സംശയമുണ്ട്. നമ്മുടെ DGP ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിപ്പോൾ ഈ നവമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ നിസ്സഹായനായി പോകുന്നു പിണറായി വിജയൻ. പഴയ തൻ്റെ ഇടമുള്ളൊന്നും ഞാൻ കാണുന്നില്ല. ശ്രീ നരേന്ദ്രമോദിയുമായിട്ടോ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടോ ഇത്തരം കാര്യങ്ങളൊന്ന് കൺഫ്രണ്ട് ചെയ്യാനോ, അതല്ലെങ്കിൽ അവർ പോലീസിന്മേൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം അത് കേരളത്തിൽ കേസുകൾ എടുക്കുന്ന കാര്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എനിക്കവരെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ പല തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേസുകൾ ഓരോന്നെടുത്താലും നമുക്ക് മനസ്സിലാകും. അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു അമിത ആവേശം കാണിക്കുന്നുണ്ട്. UAPAയുടെ കാര്യത്തിൽ SP-യോട് അന്വേഷിച്ച് SP-യുടെ അനുമതി മേടിക്കണമെന്ന് പറഞ്ഞ് പുതിയ കാര്യമൊന്നുമല്ല. UAPA കേസ് പണ്ടും ചുമത്തുമ്പോൾ അത് SP അല്ല DGP തന്നെ അറിഞ്ഞ് ഫോണിലാണെങ്കിലും DGP ആയിട്ട് വരെ സംസാരിച്ചിട്ടേ UAPAയുടെ ചാർജ് പലപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ അത് SP തലത്തിൽ അറിയുക എന്ന് പറഞ്ഞൊരു പുതിയ വലിയ ഉത്തരവൊന്നുമല്ല. അത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. SP-ക്ക് മുകളിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമാണ്. കാരണം അത് വളരെ അപൂർവമായി ചുമത്തേണ്ട ഒരു കേസാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായി UAPA ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാതെ പോയിക്കൂടാ. ഭീകരവാദികൾക്കെതിരെ മാത്രമല്ല, അല്ലെങ്കിൽ തീവ്രവാദികൾക്കെതിരെ മാത്രമല്ല UAPA ചുമത്തിയിട്ടുള്ളത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരിലും ഒക്കെ പല ഭാഗത്തും തീവ്രവാദികളെക്കാൾ ഭീകരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. UAPAയുടെ ഒക്കെ നിർവചനത്തിൽ വരത്തക്ക രീതിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പലർക്കും പിന്നെ അതൊക്കെ പാർട്ടി ഗുണ്ടകളായിരുന്നുകൊണ്ട് അവർക്കൊക്കെ ഒരു പാർട്ടിയുടെ കവചം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു പരിധിവരെയും നമ്മുടെ സംസ്ഥാനത്ത് ആ രീതിയിൽ ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റും പോലീസുമായതുകൊണ്ട് അതൊക്കെ അനുവദിച്ചു കൊടുത്തുവെന്നേ ഉള്ളൂ. അതല്ലാതെ അവരെല്ലാം പിന്നെ വളരെ പുണ്യവാന്മാരായ ആളുകളായിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകരുത്. പക്ഷേ ഈ പറഞ്ഞ രാവുണ്ണി അടക്കമുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലാവുന്ന പല കാരണങ്ങൾ പറഞ്ഞ് അറസ്റ്റിലാവുന്ന പലരും, ഈ പറഞ്ഞ CPM പ്രവർത്തകരിലേക്ക് നമുക്ക് പോകേണ്ട, അത് അങ്ങനെ കരുതണ്ട. രാവുണ്ണിയെ പോലെയുള്ളവർ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്തുന്നതായാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. ഇവിടെയൊക്കെ പല ചർച്ചകളിലും നമ്മോടൊപ്പം വന്ന് പങ്കെടുത്തതാണ്. ആ നിലയ്ക്ക് തുടർച്ചയായി സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലനിൽക്കുന്നയാളാണ്. ഈ പോസ്റ്റർ ഒട്ടിച്ചു എന്ന പേരിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആ കേസ് മുമ്പെടുത്ത കേസാണ്. അങ്ങനെ ചില കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാണ് അത്തരം കാര്യങ്ങളിലുള്ള ചിന്തകൾ. സ്വാഭാവികമായിട്ടും മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ അങ്ങ് ഉള്ള റെഡ് കോറിഡോറുകൾ എന്ന് പറയപ്പെടുന്ന മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഒരു സംസ്ഥാനത്തെ പാർട്ടിയെ തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത പാർട്ടി ലീഡർഷിപ്പിനെ തന്നെ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളിൽ പോലീസ് എടുത്ത നടപടികൾ ശരിയാണോ അല്ലയോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. പക്ഷേ അദ്ദേഹം അക്കാര്യത്തിലൊക്കെ ഭയപ്പെടുകയാണ്. എന്തോ പറയാൻ ഭയപ്പെടുന്നു. അദ്ദേഹം നിസ്സഹായത കാണിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചുറ്റിക്കെട്ടി പറയാതിരുന്നാൽ BJP RSS പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ നടപടി ഉണ്ടാവുന്നില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്നത് തന്നെയാണ് നേരിട്ടുള്ള വിമർശനം. അത് CPM പ്രവർത്തകരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ CPM നേതൃത്വത്തിൽ നിന്ന് തന്നെ ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന തോന്നൽ കൂടിയാണോ പിണറായി വിജയനെ അല്ലെങ്കിൽ ഈ പോലീസിനെ പിന്തുണയ്ക്കാൻ കാരണം? അതല്ല ഹർഷൻ, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് ഞാൻ താരതമ്യം ചെയ്തത് എന്താ,
മുൻകാലങ്ങളിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്ത് നടന്ന പോലീസ് രാജുണ്ട്. ശരിക്കും പാർട്ടി ഓഫീസുകളിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഭിന്നമായിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റായിട്ട് കാണണം, നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അത്രയും സ്വാതന്ത്ര്യം പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അനുകൂലിച്ച് തന്നെ അതിന് പോസിറ്റീവായിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ 2-3 വിഷയങ്ങൾ ചർച്ച ചെയ്തല്ലോ ഹർഷൻ. ഒന്ന്, ഈ മാവോയിസ്റ്റ് പ്രശ്നം. ഈ മാവോയിസ്റ്റ് പ്രശ്നത്തിൽ കേരള ഗവൺമെൻറ്റിന് CPM ഒരു നിലപാട് വേറെ എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ഭരണകൂടം എന്ന നിലയിൽ കേരള ഗവൺമെൻറ്റിന് ഒരു ദേശീയ തലത്തിൽ എടുക്കുന്ന നിലപാടുകൾക്ക് ഭിന്നമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഞാനൊരു കാര്യം കൂടി ഹർഷൻ്റെ മുമ്പിൽ വയ്ക്കാം. ഈ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം പോലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നക്സൽ ബാധിതമായ മേഖലയുണ്ട്. അതായത് ലെഫ്റ്റ് LWE ഏരിയാസ് എന്നൊക്കെയാണ് അതിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഒരു പേര്. അവിടെയൊക്കെ പ്രവർത്തിക്കുന്നതിന് പ്രത്യേക ധനസഹായം പോലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. പോലീസിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട് ആ മേഖലകളിൽ റോഡുകൾ ഉണ്ടാക്കാൻ, സ്കൂളുകൾ ഉണ്ടാക്കാൻ, അംഗൻവാടികൾ ഉണ്ടാക്കാൻ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന് വാഹനങ്ങൾ വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് കേന്ദ്രം സഹായം നൽകുന്നുണ്ട്. ഈ ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിനെ സമീപിച്ച സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിനെതിരായിട്ട് ശക്തമായ നിലപാട് എടുക്കാതിരിക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ല. അതാണ് വേറൊരു കാര്യം കൂടി നമ്മളിവിടെ കാണേണ്ടത്. ഇപ്പോൾ തണ്ടർ ബോൾട്ട് പോലുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിലുണ്ട്. കേരളവും തമിഴ്നാടും കർണാടകവും അതുപോലെ തന്നെ അപ്പുറത്ത് ഒറീസയും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ബെൽറ്റുണ്ട്. ആ ബെൽറ്റിൽ കേരളത്തിലെ വയനാട് ജില്ല മാത്രമേ വരുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഏതായാലും കേരളത്തിലെ ചില മേഖലകൾ പെടും. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ തണ്ടർ ബോൾട്ട് ഉൾപ്പെടെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ചിരുന്നിട്ട് ഈ എക്സ്ട്രീമിസത്തെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പോലീസിനില്ലേ, കേരളത്തിലെ ഗവൺമെന്റിനില്ലേ? മാവോയിസ്റ്റുകൾ എന്ന നിലയ്ക്ക് കാട്ടിനുള്ളിൽ വെച്ച് നടന്ന 2 കൊലപാതകങ്ങളാണ്. ആ നിലയ്ക്ക് ആ സംഭവം അവിടെ അവസാനിക്കുന്നില്ല. ഈ പറഞ്ഞ പോലീസിൻ്റെ പിടിപ്പുകേട് എന്നോ പോലീസിൻ്റെ ജാഗ്രത കുറവ് എന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു സഹായം എന്നോ ഒക്കെ പറയാവുന്ന പലതരത്തിൽ പലർക്കും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള സാഹചര്യം പിന്നീട് പോലീസ് ഒരുക്കി കൊടുത്തുകൊണ്ട്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കുപ്പു ദേവരാജൻ്റെ മൃതദേഹവും കൊണ്ടുള്ള യാത്ര തടയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടത് അവിടുത്തെ BJP പ്രവർത്തകരാണ്. അവിടെ അത്തരം വിഷയങ്ങളിലൊന്നും പോലീസ് ഒരു നടപടി സ്വീകരിക്കാതിരിക്കുന്നു എന്ന വിമർശനം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം താങ്കളോട് ചോദിച്ചത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NM പിയേഴ്സൺ, ഈ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി ചെയർമാന് പോലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. 2 മാസമായി തുടർച്ചയായി ഇത്തരത്തിലുള്ള പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ആ നിലയ്ക്ക് കൂടുതൽ ഈ അതിക്രമങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന പരാതി അല്ലെങ്കിൽ എന്ന വിലയിരുത്തലാണ് അദ്ദേഹവും നടത്തുന്നത്. അപ്പോൾ ഇത് വെറുതെ പോലീസിൻ്റെ ആത്മവീര്യം കെടുത്താൻ വേണ്ടി ഉയരുന്ന ഒരു കുപ്രചാരണമായി മാത്രം വിലയിരുത്താൻ കഴിയില്ല. അത് ഈ ആത്മവീര്യം കെടുത്തണ്ട എന്ന് കരുതി ആഭ്യന്തരമന്ത്രി അങ്ങനെ പറയുന്നതാണോ, അതോ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടാണോ, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിനപ്പുറത്താണോ കാര്യങ്ങൾ? അല്ല, ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയമായിട്ടാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവില്ലായ്മയുടെ പ്രശ്നമല്ല. കാരണം ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്താണ്? 1957 കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്താണ്? ഭരണകൂടത്തിൻ്റെ സ്വഭാവം ബൂർഷ്വാ സ്വഭാവമാണ്. എന്നോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ജോസഫ് വാഴക്കനും അതേപോലെ തന്നെ ഹരിദാസ് സാറും ഒക്കെ ആ ബൂർഷ്വാ സ്വഭാവത്തെ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് അവരുടെ നിലപാടുകൾക്ക് വലിയ സാമ്യമുണ്ട്. അങ്ങനെ സാമ്യമുണ്ടാകുന്ന സമയത്താണ് റബലിയനെതിരായിട്ട്, കലാപത്തിനെതിരെ, വിപ്ലവത്തിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മുഴുവൻ ആളുകളെയും വെടിവെച്ച് കൊല്ലേണ്ടതാണ് എന്ന തീരുമാനത്തിന് അവർ എത്തിച്ചേരുന്നത്. ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് പ്രതിഷേധിക്കാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. അങ്ങനെ അവർ പ്രതിഷേധിക്കുന്ന സമയത്ത് അവരെ വെടിവെച്ച് കൊല്ലുകയല്ല ചെയ്യേണ്ടത്. അവർ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സമയത്ത്, നിയമത്തിനെ നിഷേധിക്കുന്ന സമയത്ത് അവരെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ജയിലിലടക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ജയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്, അതിനാണ് കോടതികൾ. ഇതൊന്നും വേണ്ട എങ്കിൽ
നിങ്ങൾക്ക് തൂക്കുമരങ്ങളും അതേപോലെ തന്നെ വെടിപ്പുരങ്ങളും മാത്രം നിർമ്മിച്ചാൽ പോരെ? അവിടെ ആളുകളെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ആധുനിക സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ പൊതു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മുഖ്യധാര ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ പ്രതിഷേധങ്ങളെ കണക്കിലെടുക്കാനായിട്ട് തീർച്ചയായിട്ടും തയ്യാറാവേണ്ടത് ആവശ്യമാണ്. ശ്രീ NM PSN അങ്ങനെയാണെങ്കിൽ അതിലെ ആ രാഷ്ട്രീയമായ ശരികേട്, വളരെ പ്രധാനപ്പെട്ട അതെ, ആ രാഷ്ട്രീയമായ, ഞാൻ താങ്കളോട് തന്നെയാണ്, ആ രാഷ്ട്രീയമായ ശരികേട് എന്നത് ആഭ്യന്തരമന്ത്രി തിരിച്ചറിഞ്ഞില്ലെങ്കിലും അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണല്ലോ ആനത്തലവട്ടം ആനന്ദൻ്റെ പ്രസ്താവന. ആ വിഷയത്തിന് ശേഷം പാർട്ടിയുടേതായി വരുന്ന, പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന ഒരു മുതിർന്ന നേതാവിൽ നിന്ന് വരുന്ന ഉറച്ച ശബ്ദം എന്നത് മാവോയിസ്റ്റുകളെ കൊന്നത് ശരിയായില്ല എന്നത് തന്നെയാണ്. ആ വിലയിരുത്തൽ പാർട്ടിക്ക് ഉള്ളിൽ അപ്പോഴുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ അല്ലാതെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനും പ്രവർത്തിക്കാനും മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും സാധ്യമല്ലല്ലോ. അവിടെയാണ് ഒരു മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആഭ്യന്തരമന്ത്രിയായാൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കേണ്ടത്. അദ്ദേഹം മൗനിയായിരിക്കുന്നു എന്ന് പറയുന്ന അപകടകരമായ കാര്യമാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാനായിട്ടുള്ള ബാധ്യത പിണറായി വിജയനുണ്ട്. അദ്ദേഹം അത് ചെയ്യണം. മാത്രമല്ല, കുപ്പു ദേവരാജൻ്റെ ശവശരീരം അടക്കം ചെയ്യുന്ന വേളയിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കോളറിന് പിടിച്ച് ഇടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലീസ് ക്രിമിനലും തെമ്മാടികളും ഗുണ്ടായികളുമായി മാറിത്തീരുന്നെന്ന് പറയുന്നത്. ശവസംസ്കാര വേളയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്താരെങ്കിലും അംഗീകരിക്കോ? ഇവിടെ ഇരിക്കുന്ന വാഴക്കൻ അംഗീകരിക്കോ? KV ഹരിദാസ് അംഗീകരിക്കോ? അംഗീകരിക്കാൻ പറ്റില്ല ആർക്കും. അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനല്ല സർക്കാർ അവർക്ക് പണം കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നീതിപൂർവമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ബാധ്യതയുള്ളവരാണ്. അവരത് ചെയ്തില്ലെങ്കിൽ അവരെ ശിക്ഷിക്കണം. മറ്റു പൗരന്മാർക്ക് കൊടുക്കേണ്ടതുപോലെ ആയിട്ടുള്ള ശിക്ഷ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താൽ മാത്രമാണ് അവരെ ശരിയായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുകയും. ചർച്ചയിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.